ഇസ്രയേൽ ഏത് നിമിഷവും തുർക്കിയെ ആക്രമിച്ചേക്കാമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഹമാസിന്റെ നേതാക്കളും ഹമാസ് പോരാളികൾക്കുമൊക്കെ തന്നെ ഇപ്പോൾ അഭയം നൽകുന്നത്, സാമ്പത്തിക പിന്തുണ നൽകുന്നത് തുർക്കിയാണ്. അപ്പോൾ ഇത്രയും നാൾ അമേരിക്കൻ സംരക്ഷണയിൽ കഴിഞ്ഞ ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിലേക്ക് പോലും ഇസ്രയേൽ ആക്രമണം നടത്തി. അമേരിക്ക അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും US-ന്റെ മൗനാനുവാദം അതിനുണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത തുർക്കിക്ക് മേൽ ഏത് നിമിഷവും ഇസ്രയേൽ ആക്രമണം നടത്താം. കാരണം ഇസ്രയേലിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഹമാസ് നേതാക്കൾ നിയന്ത്രിക്കുന്നത്. അതായത് ഇസ്രയേലിൻ്റെ നിയമകാര്യ മന്ത്രിക്ക് നേരെ ഒരു ആക്രമണം, അതായത് ഇറ്റാമിൻ ബെൻഗീർ എന്ന് പറയുന്ന മന്ത്രിക്ക് നേരെ ഹമാസ് നേതാക്കൾ ഒരു ആക്രമണത്തിന് പദ്ധതി ഇടുന്നു. അത് തുർക്കിയിൽ നിന്നാണ് പദ്ധതി ഇടുന്നതെന്ന് കൃത്യമായിട്ട് നേരത്തെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്താനായിട്ട് ഇസ്രയേലിന് എപ്പോൾ വേണമെങ്കിലും തയ്യാറെടുപ്പ് നടത്താം. മാത്രമല്ല ഇസ്രയേൽ ഈ കണ്ടെത്തിയപ്പോൾ മൊസാദിന്റെ ചാരന്മാർ എല്ലാ രാജ്യത്തുമുണ്ട്. അതിൽ ഈ തുർക്കി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം ഈ ഹമാസിന്റെ സഹീർ ജബ്രിൻ, മൂസ ദാവൂദ് മുഹമ്മദ്, ജിഹാദ് യാഗ്മർ, അബ്ദുൾ റഹ്മാൻ ഇസ്മയിൽ ഖാനിയ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തുർക്കി കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇവരാണ് ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ കരാറിൽ പങ്കെടുക്കാനായിട്ട് പോകാൻ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് ഇവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇത് തന്നെ ഈ മൊസാദ് ഓപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് കൃത്യമായിട്ട് എല്ലാവരെയും തട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഹമാസ് നേതാക്കളാണ് അവരുടെ ലോജിസ്റ്റിക്സ്, പണപ്പിരിവ്, അതുപോലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, അടുത്ത തന്ത്രങ്ങൾ മെനയുന്ന ഇക്കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയുള്ള ഹമാസ് നേതാക്കൾക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ളത് ഇപ്പോൾ ഈ പറയുന്ന തുർക്കിയിലാണ്. ഇപ്പോൾ തുർക്കിയും പാകിസ്ഥാനുമാണ് ശരിക്കും പറഞ്ഞാൽ ഹമാസ് നേതാക്കൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത്. കാരണം നമുക്കറിയാം ഈ പഹൽഗാം ആക്രമണത്തിനൊക്കെ മുമ്പായിട്ട് ഈ പറയുന്ന ഹമാസിൻ്റെ നേതാക്കൾ പാകിസ്ഥാനിലെത്തുകയും അവിടെ ചില പാക് തീവ്രവാദ സംഘടനകളുമായിട്ട് മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പണവും ആയുധവും ഒക്കെ തുർക്കി നൽകുന്നു, പാകിസ്ഥാൻ നൽകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അടുത്തത് തുർക്കിക്ക് നേരെ ആക്രമണം നടത്താം. നമുക്കറിയാം നേരത്തെ ഇസ്രയേൽ എന്ന് പറയുന്നത് 1948 രൂപം കൊള്ളുമ്പോൾ ഒരു ചെറിയ ഭൂവിഭാഗമായിരുന്നെങ്കിലും പിന്നീട് ഗസയിലേക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ ജെറുസലേം, ഈ ഗോലാൻ കുന്നുകളൊക്കെ പിടിച്ചെടുത്തു. ഈ ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്നത് സിറിയയുടെ ഭാഗമായിരുന്നു. അപ്പോൾ സിറിയയിലെ ബാസർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് അൽഷറ ഭരണകൂടം വന്നപ്പോൾ അവിടേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഈ ഇസ്രയേൽ സിറിയ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ 400 സ്ക്വയർ ഫീറ്റോളം സ്ഥലം, ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. അത്രയും സ്ഥലമൊക്കെ പിടിച്ചെടുത്തപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ അൽഷൂറ ഭരണകൂടത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനായിട്ട് തുർക്കി രംഗത്തേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല ഇതേ തുർക്കിയാണ് ഇവർക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാനും ഇതേ തുർക്കി തന്നെയാണ് ആയുധങ്ങൾ എത്തിച്ചു നൽകിയത്. അതേ ഡ്രോണുകളെല്ലാം ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർത്തെറിയുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ തുർക്കിയെ ആക്രമിച്ചാൽ തുർക്കി അവരുടെ ഡ്രോണും ഒക്കെ ആയിട്ട് ആക്രമണത്തിന് വരും. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സൈനിക സഹായം ഇസ്രയേൽ അഭ്യർത്ഥിക്കും. അതിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. സാധാരണഗതിയിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ യുദ്ധത്തെ സഹായിക്കില്ല. പക്ഷേ കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധസമയത്ത് ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യമാണ് ഇസ്രയേലും. അതുകൊണ്ട് ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായം ഇസ്രയേലിന് ലഭിച്ചേക്കാം. അപ്പോൾ അമേരിക്ക ആയുധങ്ങൾ നൽകാതിരിക്കുകയോ സഹായം നൽകാതിരിക്കുകയോ ചെയ്താൽ പോലും ഇന്ത്യ ഇസ്രയേലിനെ സഹായിക്കും. ഇത് തുർക്കിക്ക് വലിയ ഭീഷണിയാണ്. കാരണം F-16 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്ക നൽകിയതൊക്കെയുണ്ട്. ഇത് അതിർത്തിയിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ദികളെ അവസാനത്തെ ആളിനെ വരെ മോചിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ ഹമാസ് നേതാക്കൾ ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഖത്തറിൽ നിന്ന് മാറി കഴിയാൻ ലക്ഷ്യമിട്ട സ്ഥലം തുർക്കിയാണ്. അവിടെ ഇവർ ബിസിനസ്സും ചെയ്യുന്നുണ്ട്, വൻതോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ തുർക്കിയെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു എന്ന് കണ്ടതോടുകൂടി ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള പരിഭ്രാന്തിയിലാണ്. അപ്പോൾ തൊയ്ബ് എർദോഗൻ്റെ തന്ത്രങ്ങളെ ഒന്നൊന്നായി പൊളിക്കാനായിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ഇസ്രയേൽ സേന ഇപ്പോൾ കരയുദ്ധം ഗസയിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ വൻതോതിൽ അഭയാർത്ഥികളായിട്ട് തെക്കൻ ഗസയിലേക്ക് നീങ്ങുകയാണ്. ഗസ സിറ്റിക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികൾ ഒന്നുകിൽ ഈ ബങ്കറിന് പുറത്തേക്ക് വരേണ്ടി വരും, ഒന്നുകിൽ ബന്ദികളെ
തിരിച്ചു കൊടുത്തിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും. പക്ഷേ അത്തരം ഒരു നിലപാടിനോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്തായാലും തുർക്കിയെ ആക്രമിക്കും എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ അതിനെ ഗൗരവത്തോടു കൂടി കാണണം. ലെബനനെ ആക്രമിച്ചു, സിറിയയെ ആക്രമിച്ചു, ഇറാനെ പോയി ആക്രമിച്ചു. കാരണം ഇസ്രായേലിൻ്റെ 5 ഇരട്ടി വലുപ്പമുള്ള രാജ്യമാണ്. ഇറാനെ ആക്രമിച്ചു. എന്തിന്? ഈ പറയുന്ന ഹൂത്തികളുമായിട്ട് വന്ന യമൻ്റെ കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായി. ഇപ്പോൾ തുർക്കിയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാമ്പത്തിക സൈനിക സഹായങ്ങളെല്ലാം തന്നെ ഹമാസിന് നൽകുന്നത് തുർക്കിയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു, ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അടുത്തത് തുർക്കിയാണ്. അപ്പോൾ US-ൻ്റെ പിന്തുണ ഉണ്ടായിട്ട് കൂടി ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. ഇന്ത്യൻ സഹായം കൂടി കിട്ടിയാൽ ആ ആക്രമണം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും. കാരണം തുർക്കിയുമായിട്ട് ഇന്ത്യയുടെ ബന്ധം അത്ര സുഖകരമല്ല. പാകിസ്ഥാനെ അനാവശ്യമായി സഹായിച്ച അന്നു മുതൽ തുർക്കി നമ്മുടെ കണ്ണിലെ ഒരു കരട് കൂടിയാണ്. ഇവിടെ ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഉച്ചകോടി നടത്തി. അതായത് GCC രാജ്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ അറബ് രാജ്യങ്ങളുണ്ടായിരുന്നു, OIC രാജ്യങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം കൂടെ യോജിച്ചപ്പോൾ അവരൊരു പ്രമേയം പാസാക്കി, ഇസ്രയേൽ അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഒരു സേന രൂപീകരിച്ച് ഇസ്രയേലിനെ ആക്രമിക്കണം. ഇതൊക്കെ തന്നെ ശരിയാണ്. ഇപ്പോൾ ഖത്തറിൻ്റെ അമീറായിട്ടുള്ള ഷേഖ് തമീം ബിൻ അഹമ്മദ് അൽ തായ് വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇനിയും വേണമെങ്കിൽ ഞങ്ങൾ ദോഹയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വല്ലാതെ പ്രകോപിപ്പിച്ചെങ്കിലും അമേരിക്കയുടെ പിന്തുണയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഖത്തറിന് വ്യക്തമല്ല. അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നിച്ചുകൂടി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതി ഒരുക്കുമ്പോൾ അതേ സമയത്ത് ഇസ്രായേൽ കയറി തുർക്കിയെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമം. കാരണം ഒരു വിശാല ഇസ്രായേൽ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാണ്. മുമ്പ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാൻ ഈ അറബ് രാജ്യങ്ങളെയൊക്കെ ഇസ്രായേൽ സ്വാഗതം ചെയ്തതാണ്. അന്ന് അവർ എതിർത്തു, ഇന്ന് അവർ അനുകൂലിക്കുന്നു. പക്ഷേ ഇസ്രായേൽ പറയുകയാണ് ഇനി അങ്ങനെ ഒരു രാജ്യം വേണ്ട, ലോക ഭൂപടത്തിൽ പലസ്തീൻ വേണ്ട. അപ്പോൾ പലസ്തീനെ മുന്നിൽ നിർത്തി കളിച്ച ഹമാസിനെ, ഹിസ്ബുള്ളയെ, ഹൂത്തികളെല്ലാം തീർത്തെറിയുന്ന അന്തിമ നീക്കത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് തുർക്കിയെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും. കാരണം തുർക്കിയിലുള്ള ഹമാസ് ബ്യൂറോ ഞങ്ങളുടെ മന്ത്രിയെ കൊല്ലാൻ പോലും പദ്ധതി ഇട്ടതാണ്. ആ ഇറ്റാമർ ബെൻഗിനെ കൊലപ്പെടുത്താനായിട്ട് ലക്ഷ്യം വെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ തുർക്കിയെ ആക്രമിക്കാൻ ഇസ്രായേൽ നേരത്തെ പദ്ധതി ഇട്ടതാണ്. ഇപ്പോൾ എല്ലാ സൈനിക സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കും. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായം ലഭിക്കുമോ അതോ ഇന്ത്യൻ ആയുധങ്ങൾ മാത്രമാണോ ലഭിക്കുക എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.